എൽദോ, വലിയ വിവാദമായി ഈ മത്സരശേഷമുള്ള ഇന്ത്യൻ ടീമിന്റെ ഹസ്തദാനം നൽകാതില്ല നടപടി മാറിയിരിക്കുകയാണ്. പാകിസ്ഥാൻ അത് ICCയിൽ ഉൾപ്പെടെ ഉന്നയിക്കുന്നു. മാച്ച് റഫറിക്കെതിരെ നടപടി വേണമെന്ന ആവശ്യവും ബഹിഷ്കരണ ഭീഷണിയും ഒക്കെ മുഴക്കിയിട്ട് അതിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല. ഇനി എന്താണ് പാകിസ്ഥാന് മുന്നിലുള്ള വഴി? ഈ കളിയിലും സ്പോർട്സ്മാൻ സ്പിരിറ്റിനപ്പുറമുള്ള വൈകാരിക തലങ്ങൾ ഇടചേരുമ്പോൾ എന്തൊക്കെയാണ് കായിക രംഗത്ത് സംഭവിക്കുന്നത്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാകിസ്ഥാന് മുന്നിൽ ഇനി അധികം വലിയ പോംവഴിയൊന്നും ഇല്ല എന്നുള്ളതാണ്. കാരണം ആൻഡി പൈക്രോഫ്റ്റിനെതിരെ അവർ അപ്പീൽ നൽകി, പക്ഷേ ICC അല്ലെങ്കിൽ ICC അത് ചെവിക്കൊള്ളാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി പാകിസ്ഥാന് മുന്നിലുള്ള പോംവഴി എന്താണ്? അവർ പറഞ്ഞത് ആൻഡി പൈക്രോഫ്റ്റിനെതിരെ നടപടി എടുത്തില്ലെങ്കിൽ, മാച്ച് റഫറി സ്ഥാനം അദ്ദേഹത്തെ മാറ്റിയില്ലെങ്കിൽ ഈ ഏഷ്യ കപ്പ് അവർ ബോയ്ക്കോട്ട് ചെയ്യും, ഒഴിവാക്കും, ബഹിഷ്കരിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാൻ്റെ PCBയുടെ ചെയർമാനായിട്ടുള്ള മോഹസിൻ നഖ്വി, അദ്ദേഹം തന്നെയാണ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെയും മേധാവി. അദ്ദേഹത്തിന് ഇപ്പോൾ സ്വന്തം നിലയ്ക്ക് തന്നെ, അതായത് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പ്രധാന ടൂർണമെൻ്റായിട്ടുള്ള ഏഷ്യ കപ്പിൽ അതിൻ്റെ ചെയർമാൻ തന്നെ പറയുകയാണ് ഞങ്ങൾ പിന്മാറുമെന്നും അല്ലെങ്കിൽ ബഹിഷ്കരിക്കുമെന്നുള്ളത്. അങ്ങനെ ഒരു വല്ലാത്ത തരത്തിൽ ഒരു അബദ്ധത്തിൽ പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് നഖ്വിക്ക്. അതിനും അപ്പുറത്തേക്ക് ഏതാണ്ട് 140 കോടി രൂപയോളം നഷ്ടം വരും പാകിസ്ഥാന് ഇത്തരത്തിലൊരു പിന്മാറ്റമൊക്കെ ഉണ്ടായാൽ. മാത്രമല്ല ഔദ്യോഗിക സംരക്ഷാവകാശം ലഭിച്ച ചാനലുകൾക്കും പറഞ്ഞ തുക നൽകേണ്ട സാഹചര്യവുമില്ല. അപ്പോൾ ഒരുപാട് സാമ്പത്തിക ബാധ്യതയിലേക്ക്, പ്രതിസന്ധിയിലേക്ക് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പോകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ PCBയെ സംബന്ധിച്ച് വല്ല കരുത്തുറ്റ ഒരു സംഘമല്ല. അതുകൊണ്ട് തന്നെ PCB അത്തരം ഒരു കടുത്ത നിലപാടിലേക്കൊക്കെ പോകുമോ എന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അല്ലെങ്കിൽ അതിനും അപ്പുറത്തേക്ക് ഇപ്പോൾ ഈ മൊഹസിൻ നഖ്വി എന്ന് പറയുന്ന PCBയുടെ അധ്യക്ഷൻ, അദ്ദേഹം പാകിസ്ഥാൻ ഭരണകൂടത്തിലെ ഒരു മന്ത്രി കൂടിയാണ്. അപ്പോൾ ഒരുപക്ഷെ ഇനി അതിനുമപ്പുറത്തേക്കുള്ള ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് അദ്ദേഹം ഈ ഒരു തീരുമാനത്തിലേക്ക് പോകാൻ PCBയെ നിർബന്ധിക്കുക, അതുമാത്രമാണ് അതിനുള്ള സാധ്യത കാണുന്നത്. ഇനി ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ സൂര്യകുമാർ യാദവിൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടു. അദ്ദേഹം പറഞ്ഞത് സ്പോർട്സ്മാൻ സ്പിരിറ്റിനും അപ്പുറത്തേക്ക് ചില കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യ വാദിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം, മത്സരത്തിന് മുമ്പ് മാച്ച് റഫറി കൃത്യമായിട്ടും ഇന്ത്യ കാര്യങ്ങൾ അറിയിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ടോസിൻ്റെ സമയത്ത് മാച്ച് റഫറി ആയിരുന്നില്ല ആൻഡി പൈക്രോഫ്റ്റ് പാകിസ്ഥാൻ ക്യാപ്റ്റനോട് അവിടെ ഹസ്തദാനം ഉണ്ടാകില്ല എന്ന് പറയാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഹസ്തദാനം നൽകേണ്ടതില്ല എന്നാണ് പാകിസ്ഥാൻ ടീമിൻ്റെ വിശദീകരണം. എന്താണെങ്കിലും അത് സ്പോർട്സ്മാൻ സ്പിരിറ്റിന് വിരുദ്ധമാണ്, അദ്ദേഹത്തിനെതിരെ നടപടി വേണമെന്നുള്ളതാണ് ആവശ്യം. ഈ ഒരു സാഹചര്യത്തിൽ വ്യക്തമാകുന്നത് ഇന്ത്യ ഔദ്യോഗികമായി അറിയിച്ചിരുന്നു, ഞങ്ങൾ ഹസ്തദാനം നൽകില്ല എന്നുള്ള നിലപാട് ഇന്ത്യ അറിയിച്ചിരുന്നു എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ICCയുടെ നിയമപ്രകാരം, അതായത് സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് എന്നുള്ള ഒരു ഭാഗം നോക്കുമ്പോൾ ICCയുടെ നിയമാവലിയിൽ അതിൽ മത്സരശേഷം അത് തോറ്റാലും ജയിച്ചാലും ആഘോഷം പ്രകടിപ്പിക്കാം, ഏറ്റവും ഒടുവിൽ ഇരു ടീമുകളും ഹസ്തദാനം നടത്തണമെന്നുള്ള ഒരു റൂളുണ്ട്. പക്ഷേ സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് വിഭാഗത്തിലെ ആമുഖത്തിലാണ് ഇത് പറയുന്നത്. ആർട്ടിക്കിൾ 2.11 ഇത് പ്രകാരം ലെവൽ 1 കുറ്റകൃത്യമാണ് ഹസ്തദാനം നൽകാതിരുന്നാൽ. പക്ഷേ അപ്പോഴും എന്താണ് ഉണ്ടാവുക? പരമാവധി ഒരു താക്കീത് അല്ലെങ്കിൽ മാച്ച് ഫീയുടെ ഒരു നേരിയ തുക പിഴ ശിക്ഷ നൽകാം. ഇതിനും അപ്പുറത്തേക്ക് ഒരു പിഴയൊന്നും അല്ലെങ്കിൽ ശിക്ഷയൊന്നും നൽകാൻ കഴിയില്ല. പക്ഷേ അവിടെയും അത് സംഭവിക്കുമോ എന്ന് സംശയകരമാണ്. കാരണം നിലവിൽ ഇന്ത്യയുടെ ഭാഗം ക്ലിയർ ആണ് എന്നുള്ള നിലപാട് തന്നെ ICC സ്വീകരിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന. പാകിസ്ഥാൻ ഇത് വ്യക്തമായ തിരിച്ചടിയാണ്. കാരണം പാകിസ്ഥാന് ഇത് ലോകത്തിന് മുന്നിൽ വലിയ ക്ഷീണമായി. പക്ഷേ അപ്പുറത്തേക്ക് ചോദ്യങ്ങൾ വരുന്നത്, ഇത്തരത്തിലൊരു ഹസ്തദാനം നൽകാതെ ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റിനെ പറ്റി വിമർശനം ഉയർത്താത്ത തരത്തിൽ ഈ മത്സരം തന്നെ ഇന്ത്യക്ക് ഒഴിവാക്കി കൂടായിരുന്നോ എന്നുള്ള ചോദ്യം മാത്രമാണ് നിലവിൽ ഇന്ത്യൻ ആരാധകരുടെയും ഇന്ത്യൻ ക്രിക്കറ്റ് നിരീക്ഷകരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. രേണുക, തീർച്ചയായും എന്തായാലും അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. ടീം എന്താണ് അവരുടെ നിലപാട് എന്നത് ക്യാപ്റ്റൻ തന്നെ ഇതിനോടകം വ്യക്തമാക്കിയ സാഹചര്യവുമുണ്ട്. തുടരുക എൽദോ, ഞാൻ